ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ക്രിയേറ്റേഴ്സ് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നത്. പലർക്കും ഇത്തരത്തിൽ ID വെരിഫിക്കേഷനിൽ പല റിജക്ഷൻസ് എല്ലാം വരാറുണ്ട്. എന്നാൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ID വെരിഫിക്കേഷൻ എല്ലാം വളരെ ഈസി ആയി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സ് ഒന്നുമല്ല. എങ്ങനെയാണ് നമുക്ക് ID വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഈ ഒരു വീഡിയോ ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഈസിയായി അവർക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഈ ID വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഇത് ഗുണം ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷമെല്ലാം ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി. അതായത് പല ആളുകൾക്കും അവരുടെ ID വെരിഫിക്കേഷൻ എല്ലാം ഫെയിൽ ആകുന്നത് എന്തുകൊണ്ടാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതിന് അതിന് പറ്റിയ ഡോക്യുമെന്റ്സ് ഏതാണ് എന്ന് നമ്മൾ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന ഡോക്യുമെന്റ് എല്ലാമാണ് നമുക്ക് ID വെരിഫിക്കേഷനായി യൂസ് ചെയ്യാൻ പറ്റൂ എന്നത്. എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാതെ മറ്റു പല ഡോക്യുമെന്റ്, അതായത് ഇതിൽ പറയാത്ത മറ്റു ഡോക്യുമെന്റ് എല്ലാം നൽകുമ്പോൾ ഇത് നിങ്ങളുടെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കില്ല. അതിനാൽ തന്നെ ID വെരിഫിക്കേഷൻ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന വീഡിയോയിൽ ഏതെല്ലാം ഡോക്യുമെന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ID ഡോക്യുമെന്റിൽ നമ്മുടെ പേര് ഇത് നമ്മൾ ആഡ്സെൻസിൽ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പേരുമായി മാച്ച് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ ആഡ്സെൻസിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര്, ആ പേര് അത് കറക്റ്റായി, അതുപോലെ ഇനീഷ്യൽ എല്ലാം കറക്റ്റായി അതിനു പറ്റിയ നല്ല ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ID വെരിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം നോക്കി അതിൽ നിങ്ങളുടെ IDയിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെയിം എല്ലാം വന്നിരിക്കുന്നത് അതേ നെയിം വേണം നിങ്ങൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ടത്. പലർക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. പലരും ഈ ആഡ്സെൻസിൽ ഇതുപോലെ ഫുൾ നെയിം അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ വേറെ നെയിം എല്ലാം കൊടുക്കും. അതായത് അവർക്ക് മറ്റ് ഡോക്യുമെന്റിലുള്ള നെയിം എല്ലാമാണ് കൊടുക്കുന്നത്. എന്നാൽ ID വെരിഫിക്കേഷൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റിലെ നെയിം ഇത് ആ ഒരു നെയിം അല്ല എങ്കിൽ, അതായത് ചെറിയ വ്യത്യാസം എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും ഇത് വാലിഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൺഫ്യൂഷൻ എല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ID വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ID അല്ല നിങ്ങൾ എടുത്ത് ആ ഒരു IDയിലുള്ള അതേ നെയിം തന്നെ നിങ്ങളുടെ ഈ ഒരു ആഡ്സെൻസിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് ID അതുപോലെ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന നെയിം എല്ലാം ഇത് ഒരേപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഈ റിജക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് മറ്റാരുടെയെങ്കിലും ID എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ റിജക്റ്റ് ആകാൻ കാരണമാകും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഇത് കറണ്ട് ഡോക്യുമെന്റ് എല്ലാം ആയിരിക്കണം. അതായത് പുതിയ ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ എക്സ്പയർ ആയ ഡോക്യുമെന്റ് എല്ലാമാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചില ഡോക്യുമെന്റിലെല്ലാം അതിൻ്റെ എക്സ്പയറി എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 2023 എക്സ്പയർ ആയ ഒരു ID ഡോക്യുമെന്റ് എല്ലാമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ഈ ഒരു ID ഡോക്യുമെന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ എക്സ്പയർ ആവാത്ത ഒരു ID വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ. അതുപോലെ നമ്മൾ ആഡ്സെൻസിൽ കൊടുക്കുന്ന ഈ ഒരു ID എന്ന് പറയുന്നത് നമ്മൾ ആഡ്സെൻസിൽ ഏത് ഒരു കൺട്രി വെച്ചാണോ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് എല്ലാം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ID ആയിരിക്കണം. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ID എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇതിനും റിജക്ഷൻ എല്ലാം വരാം. അതായത് നിങ്ങൾ ആഡ്സെൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൺട്രി അവരുടെ ഗവൺമെൻറ് എല്ലാം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ID വേണം നമ്മൾ ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യാൻ.
ഇനി കുറേ പേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ഇത്തരത്തിൽ ID എല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ക്ലിയർ അല്ലാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡെല്ലാം കട്ടായി, അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലെല്ലാം ഇത്തരത്തിലുള്ള ID എല്ലാമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കില്ല. അതിനാൽ തന്നെ വളരെ ക്ലിയർ ആയ രീതിയിൽ നിങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റായി ക്രോപ്പ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ സൈഡെല്ലാം കട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലെല്ലാം ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ ID വെരിഫിക്കേഷൻ എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആഡ്സെൻസിൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യക്തി മൈനർ ആണെങ്കിൽ, അതായത് 18 വയസ്സൊന്നും തികയാത്ത ആളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഈ ID വെരിഫിക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് 18 വയസ്സ് എന്നത് ഇവിടെ കമ്പൽസറി ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ID വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ റിജക്ഷൻ എല്ലാം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ എങ്ങനെയാണ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് അറിയാത്തവർ നമ്മൾ എങ്ങനെയാണ് ID വെരിഫിക്കേഷൻ എല്ലാം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ആ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്